എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരുടെ ഫസ്റ്റ് മിഷൻ അത് വിചാരിച്ചതിലും ഗംഭീരമായിട്ട് ഇപ്പൊ തിരികെ അവരുടെ ജയന്റ് മാസ്റ്ററിനടുത്ത് എത്തിയിരിക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ അവരെ കൺഗ്രാചുലേറ്റ് ചെയ്യും. ഞാൻ കരുതിയതിലും നിങ്ങൾ വളരെ മികച്ച കുട്ടികൾ തന്നെയാണ്, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. പക്ഷെ ആസ്തയാണെങ്കിൽ തലതാഴ്ത്തി പവർഫുള്ളായ ആ ഗ്രാമത്തിലെ മേയർ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ല, അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയും. ഉടനെ മാസ്റ്റർ ക്യാഷ്വലായിട്ട് പറയും, മരിച്ചയാളെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, കിട്ടിയ ഈ ഒരു വിജയം അത് നിങ്ങൾ ആനന്ദമാക്കണം, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയും. ഉടനെ ആ ഒരു സീനിയർ പയ്യനും മാസ്റ്ററും ആണെങ്കിൽ വലിയ ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കാനായിട്ട് തുടങ്ങും. അത് കേട്ട് ആസ്തയും ചിരിക്കുകയാണ്. ഉടനെ സീനിയർ സ്റ്റുഡന്റ് ആണെങ്കിൽ അവന്റെ കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് അദ്ദേഹത്തിന് മുൻപിൽ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. ജയൻ മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ അവരോട് ചോദിക്കും, അതിരിക്കട്ടെ ആ വില്ലന്മാരാരാണ്, എന്താണ്, അവരെ ആരാണ് അയച്ചത്, അങ്ങനെ എന്തെങ്കിലും ക്ലൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവും ചോദിക്കും. അതിന് നമ്മുടെ ആൾക്കാർ പറയും, ഇല്ല, അവർ ഞങ്ങൾ ലോക്ക് ചെയ്തുവെങ്കിലും അവർ സ്വന്തമായിട്ട് ഇല്ലാതായെന്ന് പറയും. ഉടനെ മാസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെടും, നിങ്ങൾ 3 പേരുണ്ടായിരുന്നിട്ട് പോലും ഒരു ക്ലൂ പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല, കഷ്ടം. അത് കേട്ട് സീനിയറിനാണെങ്കിൽ കലിയിളകും. അവനവന്റെ പവർ ഉപയോഗിച്ച് ചുമരിൽ ആഞ്ഞെട്ടിക്കുകയാണ്. കൺട്രോൾ പോയ മാസ്റ്റർ ആണെങ്കിൽ, നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട് ബിൽഡിങ്ങിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കാൻ പാടില്ല എന്ന്, എന്നിട്ട് വീണ്ടും വീണ്ടും നീ അതന്നെ ചെയ്യാണോ ചോദിച്ച് ആളാണെങ്കിൽ അതിനെ കഴിഞ്ഞും വലിയൊരു പവർ ഉപയോഗിച്ച് ബിൽഡിങ്ങിൽ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ ബിൽഡിംഗ് അങ്ങനെ കിടുങ്ങി വിറയ്ക്കും. ആസ്തയും അതുപോലെ തന്നെ പ്രിൻസസ് പെണ്ണും അവർ രണ്ടുപേരും നടക്കുന്ന ഒന്നും മനസ്സിലാവാതെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴായിരിക്കും ആ ഒരു ബേർഡ് അത് ആസ്തയുടെ തലയിലിരിക്കുന്നത് ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഉടനെ പ്രിൻസസ് പെണ്ണിനാണെങ്കിൽ അതിനെ ഒരുപാട് ഇഷ്ടപ്പെടും. വാവ്, നീ എന്റെ കയ്യിലേക്ക് വായോ, എന്റെ കയ്യിൽ ഇരുന്നോളാൻ പറഞ്ഞ് അതിനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. ആസ്തയ്ക്കാണെങ്കിൽ അതിനെ തീരെ ഇഷ്ടാവില്ല. ഈ വൃത്തികെട്ട പക്ഷി അതെന്നെ വിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവനവന്റെ സ്വാഡ് എടുത്ത് അതിനെ വെട്ടാനായിട്ട് ശ്രമിക്കുകയാണ്. അത് കണ്ട് ഇപ്പൊ പ്രിൻസസിന് കലിയിളകും. ആ ഒരു മിണ്ടാപ്രാണിയെ നീ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൾ വാട്ടർ പവർ ഉപയോഗിക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെടും, നിങ്ങൾ കൂടെ ചേർന്ന് ഇനി ഈ ബിൽഡിംഗ് മുഴുവൻ നശിപ്പിക്കരുതെന്ന് പറയും. ഉടനെ ആസ്തയാണെങ്കിൽ അവന്റെ സ്വാഡ് താഴ്ത്തും. പക്ഷെ പ്രിൻസസിനാണെങ്കിൽ അവളുടെ വാട്ടർ പവർ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അതിപ്പോ ആ മാൻഷന്റെ ഓരോ ഭാഗത്തേക്ക് അങ്ങനെ വമ്പം ഫോഴ്സിൽ തെറിക്കുകയാണ്. പിന്നീട് അവൾ എങ്ങനെയൊക്കെയോ ആ പവർ കൺട്രോൾ ചെയ്യും. മാസ്റ്റർ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ചെയ്തതിന് നിങ്ങൾക്ക് ഇപ്പോൾ വലിയ റിവാർഡ് കിട്ടാൻ പോവാണ്, വിസാർഡ് കിങ് നിങ്ങൾക്കൊരു സ്റ്റാർ തന്നിട്ടുണ്ടെന്ന് പറയും. ആസ്തയാണെങ്കിൽ ഈ സ്റ്റാർ കൊണ്ട് എന്താണ് പ്രയോജനം ചോദിക്കും. അത് കേട്ട് മാസ്റ്റർ ആണെങ്കിൽ വണ്ടർ അടിക്കും, ഇത് നിങ്ങൾക്ക് കുറെ കൂടെ പവർ നൽകും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കുറെ കൂടെ എഫക്റ്റീവായിട്ടും പവർഫുൾ ആയിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാനായിട്ട് കഴിയും. ഈ ഒരു സ്റ്റാർ അത് ആസ്തയ്ക്ക് അവകാശപ്പെട്ടാണെന്ന് പറയും. അവനാണെങ്കിൽ ഒരുപാട് സന്തോഷവും. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാറുകൾ നേടിയെടുത്തത് അത് ആരാണ് ചോദിക്കുമ്പോൾ മാസ്റ്റർ പറയും, ഞങ്ങളുടെ കൂടെയുള്ള മാസ്റ്റേഴ്സുകൾക്കിടയിലെ ആ പവർഫുൾ ചോപ്പൻ, അവന്റെ കയ്യിൽ 70 സ്റ്റാർസ് ഉണ്ട്, അവന്റെ കയ്യിലാണ് വിസാർഡ് കിങ്ങിന്റെ കയ്യിൽ ലഭിച്ച ഏറ്റവും കൂടുതൽ സ്റ്റാർസുകൾ ഉള്ളതെന്ന് പറയും. ഉടനെ ഇപ്പോൾ ആസ്തയുടെ ഫസ്റ്റ് സ്റ്റാർ അദ്ദേഹമാണെങ്കിൽ അവന് കൊടുക്കും. ആസ്തയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും, എനിക്കാകെ ഒരു സ്റ്റാർ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ, ഞാൻ എൻ്റെ ബ്രദറിനെ പിന്നിലാക്കാൻ ഇനി ഒരുപാട് സ്റ്റാറുകൾ നേടിയെടുക്കണമെന്ന് പറയും. ഉടനെ ജയന്റ് ക്യാപ്റ്റൻ ആണെങ്കിൽ എല്ലാവർക്കും ഓരോ കിഴി നിറച്ച് പണം കൊടുക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് അത് വാങ്ങിക്കും. ആ ഒരു ഫുഡിങ് പെണ്ണാണെങ്കിൽ, ഞാൻ ഉറപ്പായിട്ടും ഈ കാശിന് ഒരുപാട് ഫുഡ് വാങ്ങിക്കുമെന്ന് പറയും. സിസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ പയ്യൻ അവൻ പറയും, ഈ പണം ഉപയോഗിച്ച് ഞാൻ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകും, അവൾക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കും. അങ്ങനെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ആ പണം വെച്ച് ചെയ്യുമെന്ന് പറയുമ്പോൾ മാസ്റ്റർ ആണെങ്കിൽ അവിടുന്ന് കടന്നു പോവാണ്. എല്ലാവരും തല താഴ്ത്തി മാസ്റ്ററിനോട് നന്ദി പറയും. ഇവിടെ ആസ്തയാണെങ്കിൽ അത്രയും പണം ആദ്യമായിട്ടാണ് ഒന്നിച്ച് കാണുന്നത്. ഇതുകൊണ്ട് ഞാൻ ഇഷ്ടം പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്സ് കഴിക്കും. അത് കേട്ട് പ്രിൻസസ് ആണെങ്കിൽ അവനോട് ചോദിക്കും, അതെന്ത് സ്നാക്കാണ്? അതിന് ആസ്ത പറയും, ഞങ്ങളുടെ സിസ്റ്റർ ലില്ലി, അവൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സ്പെഷ്യൽ സ്നാക്സ് ആണത്, എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. ഉടനെ അവൾ ചോദിക്കും, സിസ്റ്റർ ലില്ലി അവരാരാണ്? അതിനവൻ പറയും, സിസ്റ്റർ ലില്ലി ഞങ്ങളുടെ എല്ലാം എല്ലാമാണ്, ഞാൻ ഫ്യൂച്ചറിൽ വിവാഹം കഴിക്കാൻ പോകുന്നത് സിസ്റ്റർ ലില്ലിയാണ്. അവളാണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കും, ഒരു സിസ്റ്ററിനെ എങ്ങനെ നിനക്ക് വിവാഹം കഴിക്കാൻ കഴിയും, അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ഉടനെ ഒരു തൊപ്പിക്കാരി പെണ്ണാണെങ്കിൽ കൊഞ്ചി കുഴഞ്ഞ് ആസ്തയുടെ അടുത്തേക്ക് വരും, നിനക്ക് ഒരുപാട് പണം കിട്ടിയില്ലേ, ഈ പണം നീ എന്തു ചെയ്യും ചോദിക്കും. അതിന് ആസ്തയാണെങ്കിൽ പരിഭ്രമിച്ചുകൊണ്ട് പറയും, ഇതിൽ കുറെ പണം ഞാൻ എൻ്റെ സിസ്റ്ററിന് എൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമെന്ന് പറയും. സീനിയറിന് നോക്കും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പണം അയച്ചു കൊടുക്കില്ലേ? അതിന് സീനിയർ പറയും, തീർച്ചയായിട്ടും, എനിക്ക് എപ്പോഴൊക്കെ പണം കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ അതിൻ്റെ ഒരു വലിയ വീതം ഞാൻ എൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ആ തൊപ്പിക്കാരി പെണ്ണാണെങ്കിൽ ഹീറോയോട് പറയും, ബാക്കി പണം എങ്ങനെയാണ് ചെലവാക്കേണ്ടതെന്ന് അറിയില്ല എങ്കിൽ എന്നോടൊപ്പം നാളെ വായോ, നമുക്ക് കാസ്റ്റിലേക്ക് പോവാമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നൈറ്റ് ഇപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ആ ബേർഡും ക്രിസ്റ്റൽ കല്ലും ഹീറോയോടൊപ്പം തന്നെയുണ്ട്. ഹീറോ ആണെങ്കിൽ സിസ്റ്റർ ലില്ലിക്ക് ലെറ്റർ എഴുതും, സിസ്റ്റർ, ഞാനിവിടെ വളരെ ഹാപ്പിയാണ്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ കിട്ടി,
എനിക്ക് കിട്ടിയ ആദ്യത്തെ പണത്തിൻ്റെ ഒരു വിഹിതം ഞാൻ സിസ്റ്റർക്ക് അയക്കുന്നുണ്ടെന്ന് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ നെക്സ്റ്റ് ഡേ സീനിയർ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹീറോ ആസ്തയും കൂട്ടി പുറത്തേക്ക് വരും. ഞാൻ നിന്റെ തലയിൽ ഒരു ആപ്പിൾ വെക്കും, അത് ഫയർ പവർ ഉപയോഗിച്ച് ഞാൻ അടിച്ചു തെറിപ്പിക്കും. ഇതെൻ്റെ പുതിയ തരം ട്രെയിനിങ് ആണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഫയർ പവർ ഉപയോഗിക്കും. അത് ആപ്പിളിന് പകരം ഇപ്പോൾ ആസ്തയുടെ തലയിലായിരിക്കും കൊള്ളുക. ആസ്തയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഇതുപോലുള്ള വൃത്തികെട്ട ട്രെയിനിങ് ഒന്നും ഇനി നടത്തണ്ട. വിസാർഡ് കിങ് ആവാൻ പോകുന്നത് ഞാനാണ്. വിസാർഡ് കിങ് ആയതിനു ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ തരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ സിസ്റ്ററിനെ മാരേജ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് ആ കാര്യങ്ങളെല്ലാം തന്നെ ലെറ്ററിൽ ആഡ് ഓൺ ചെയ്ത് സിസ്റ്ററിനെ അയക്കുകയാണ്. അന്ന് നൈറ്റ് സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ആ തൊപ്പിക്കാരി പെണ്ണും പ്രിൻസസും നമ്മുടെ ഹീറോയും അവർ 3 പേരും ആ ഒരു ടൗൺ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊപ്പിക്കാരിയാണെങ്കിൽ പ്രിൻസസിനോടും ഹീറോയോടും ചോദിക്കും, നിങ്ങൾ ഇതിനു മുൻപ് ആ ടൗണിലേക്ക് പോയിട്ടുണ്ടോ? അതിന് ഹീറോ ആണെങ്കിൽ മറുപടി പറയും, ഞാൻ ഒരിക്കൽ ഇവിടേക്ക് ആ മത്സരത്തിന് വന്നപ്പോൾ ആദ്യമായിട്ട് അവിടേക്ക് വന്നിരുന്നു. പിന്നീട് ഞാൻ അവിടേക്ക് പോയിട്ടില്ല. പ്രിൻസസ് ആണെങ്കിൽ ഞാൻ ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ അവളോട് ചോദിക്കും, നിനക്ക് വിരോധമില്ലെങ്കിൽ നിന്റെ ഹിപ്പിൽ ഞാൻ പിടിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ താഴെ പോവും. അതിന് അവൾ പറയും, നീ എൻ്റെ ഹിപ്പിൽ തൊട്ട ആ നിമിഷം ഉറപ്പായാലും നീ താഴെ പോവും. അവനാണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ അവളുടെ ഹിപ്പിൽ തൊടും. അടുത്ത നിമിഷം അവളാണെങ്കിൽ ഇപ്പോൾ ഹീറോ ഇടിച്ച് താഴേക്ക് ഇടുകയാണ്. ഹീറോ അങ്ങനെ താഴേക്ക് വീഴുമ്പോൾ ഇപ്പോൾ വീണ്ടും ആ ഒരു പ്രപഞ്ചത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കും. 4 സെക്കൻഡ് റീലത്തിലാണ് ഇപ്പോൾ ആസ്താവും അതുപോലെ തന്നെ അവൻ്റെ ബ്രദറും ഒക്കെ ഉള്ളത്. യുവനോയും ആസ്തയും ആ ഒരു 4 സെക്കൻഡ് റീലത്തിൽ വെച്ചാണ് ഫൈറ്റ് ചെയ്തതും മത്സരിച്ചതും ഒക്കെ തന്നെ. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ പട്ടണത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ചുറ്റും നോക്കും, വാവ്, ഈ പട്ടണം അന്ന് കണ്ടതുപോലെ തന്നെയുണ്ട്, ഒരു ചേഞ്ചും ഇല്ല. ആ ഒരു ലേഡിയെ കണ്ടപ്പോൾ അന്ന് എനിക്ക് ലില്ലിയാണ് ഓർമ്മ വന്നത്. ഇപ്പോൾ സിസ്റ്റർ അവരവിടെ കുട്ടികളോടൊപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാവും. സിസ്റ്റർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെല്ലാവരെയും വളർത്തിക്കൊണ്ട് വന്നതെന്ന് ഇപ്പോൾ ഹീറോ പറയും. അപ്പോഴായിരിക്കും ആ സിസ്റ്റർ ലവ് പയ്യനെ കാണിക്കുക. അവനാണെങ്കിൽ അവൻ്റെ സിസ്റ്ററിന് കൊടുക്കാനായിട്ട് ഒരുപാട് ഡ്രസ്സുകളൊക്കെ ആ സിറ്റിയിൽ നിന്ന് വാങ്ങിച്ചു. മറ്റൊരു ഭാഗത്ത് വേറൊരു പെൺകുട്ടിയാണെങ്കിൽ അടുത്തുണ്ടായ ഒരു റൂം നോക്കി ഓടുകയാണ്. ഇവിടെ ഫുഡി പെണ്ണാണെങ്കിൽ ഒരുപാട് ഫുഡൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ച് അവളുടെ ഇഷ്ടത്തിന് കഴിക്കും. ഹീറോയ്ക്കാണെങ്കിൽ അവൾ വലിച്ചു വാരി ആർത്തിയോട് കൂടെ തിന്നുന്നത് കാണുമ്പോൾ ഛർദ്ദിക്കാനായിട്ട് വരും. അവനാണെങ്കിൽ അവിടുന്ന് കടന്നു പോകുമ്പോൾ ദൂരത്തായിട്ട് അവരുടെ ടീമിലുള്ള മറ്റൊരു പയ്യൻ, അവനാണെങ്കിൽ ഇപ്പോൾ വഴിയിൽ കാണുന്ന പെണ്ണുങ്ങളോടെല്ലാം നിങ്ങൾ എന്നോടൊപ്പം ഡേറ്റിന് വരുന്നോ എന്ന് ചോദിക്കും. ഒരു പെണ്ണാണെങ്കിൽ അവൻ്റെ മുഖത്ത് ആഞ്ഞടിക്കും. മര്യാദയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞ് അവൾ അവിടുന്ന് കടന്നു പോവാണ്. അവനാണെങ്കിൽ അത് കാര്യമാക്കാതെ ഇപ്പോൾ അടുത്ത പെണ്ണിന്റെ പിന്നാലെ പോവാണ്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ കണ്ട് വല്ലാതെ എക്സൈറ്റഡ് ആവുകയാണ്. വാവ്, എനിക്കതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇതിലേതാണ് ഞാൻ വാങ്ങിക്കേണ്ടതെന്നൊക്കെ ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ അത്ഭുതപ്പെടും. ഇതൊക്കെ കണ്ടിട്ട് അവൻ ഇത്ര ആശ്ചര്യം തോന്നുന്നുണ്ടോ? എനിക്കിതൊന്നും കണ്ട് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നില്ല. ആ സമയം നമ്മുടെ ആൾക്കാരെ കണ്ട് ചിലരാണെങ്കിൽ അപമാനിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങും. പ്രിൻസസ് ആണെങ്കിൽ ആ കാര്യം തൊപ്പിക്കാരി പെണ്ണിനോട് പറയും. അതിനവൾ പറയും, അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിക്കുന്നവരും ഇവിടെ ഉണ്ട്. ഉടനെ തൊപ്പിക്കാരിയാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഒരു ഭാഗത്ത് നിർത്തി അവൾക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയോ ചില സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അവിടുന്ന് കടന്നു വരികയാണ്. അതിനുശേഷം അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കൊണ്ട് ബ്ലാക്ക് മാർക്കറ്റ് പോലെ ഒരു സ്ഥലത്തേക്ക് ഒരു പ്രത്യേകതരം പാവട്ടിൽ നിന്ന് കടന്നു വരും. ഇത് ബ്ലാക്ക് മാർക്കറ്റ് ആണ്. വളരെ ചീപ്പായ വിലയ്ക്ക് പല സാധനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് തൊപ്പിക്കാരി ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും. പ്രിൻസസ് ആണെങ്കിൽ ചുറ്റും നോക്കി എനിക്കിവിടെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയും. അപ്പോഴായിരിക്കും അവള് അടുത്തൊരു ക്ലബ്ബ് കാണിച്ചു കൊടുക്കുക. ആ ക്ലബ്ബിലേക്ക് ഓടി വരുന്നത് മറ്റാരുമല്ല, ആ സീനിയർ പയ്യൻ. അവൻ ഓടി വന്ന് വളരെ കാര്യമായിട്ട് മുച്ചിട്ട് കളിക്കാനായിട്ട് തുടങ്ങും. അതേസമയം ആ ചെമ്പമുടിയനാണെങ്കിൽ കളിയിലൊക്കെ തോറ്റ് പുറത്തേക്ക് നടന്നു വരുന്നത് കാണിക്കും. ചെമ്പമുടിയനാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ, ഞാൻ ഈ ഗ്രീൻ ടീമിൽ ചേർന്നതാണ് എൻ്റെ ഏറ്റവും വലിയ കേഴ്സ്, പിക് പോക്കറ്റ് അടിക്കാനൊക്കെയാണ് അവർ എന്നോട് പറയുന്നത്. എനിക്കിതൊന്നും തന്നെ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യങ്ങളല്ല. അവനാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വിഷമിച്ച് കടന്നു വരുമ്പോൾ ഇവിടെ നമ്മുടെ തൊപ്പിക്കാരി പെണ്ണും അതുപോലെ തന്നെ പ്രിൻസസും അവരാണെങ്കിൽ കുറച്ച് ഓർണമെന്റ്സ് എല്ലാം അങ്ങനെ നോക്കും. ആ സമയത്ത് പ്രിൻസസ് ആണെങ്കിൽ വീണ്ടും അവളുടെ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റുവാൻ ശ്രമിക്കും. ആ പവർ ആണെങ്കിൽ തെറിച്ചു പോയി നടന്നു വന്നിരുന്ന ആ ചെമ്പമുടിയനെ ബോഡിയിൽ അടിച്ച് അവൻ താഴേക്ക് വീഴുകയാണ്. അവനാണെങ്കിൽ ചാടി എഴുന്നേറ്റ് അവരോട് ചോദിക്കും, നിങ്ങൾ ഈ ബ്ലാക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുമോ? ഉടനെ നമ്മുടെ ഹീറോ ആസ്തയാണെങ്കിൽ ഒരു പാവയെടുത്ത് അവരുടെ അടുത്തേക്ക് ഓടി വരും. ചെമ്പമുടിയനാണെങ്കിൽ അവനോട് ചോദിക്കും, നീ എന്താ ഇവിടെ? അതിനവൻ പറയും, ഞങ്ങളെല്ലാം ഒരേ ടീമിലുള്ളവരാണ്. അത് കണ്ട് ചെമ്പമുടിയൻ അത്ഭുതപ്പെടും. ഇവൻ ആ ബ്ലാക്ക് ടീമിൽ ചേർന്നോ? ഇത്രയും സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളുടെ ഇടയിൽ ഇവന് നിൽക്കാനുള്ള ചാൻസ് കിട്ടി. ഓ നോ, എനിക്ക് ഈ ചാൻസ് കിട്ടിയില്ല. ചെമ്പമുടിയനാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഹീറോയെ ഓർത്ത് അസൂയപ്പെട്ട് നിൽക്കുന്ന അതേ സമയം ആ ഗ്രാൻഡ്മയാണെങ്കിൽ കളിയിൽ ജയിച്ച് ഒരുപാട് പണമായിട്ട് പുറത്തേക്ക് വരും.
ഉടനെ ഒരുത്തനാണെങ്കിൽ ആ ഗ്രാൻഡ്മയുടെ കയ്യിലുള്ള പണം ആ തട്ടിയെടുത്ത് ഓടും. ഉടനെ അവരാണെങ്കിൽ ബഹളം വെക്കാനായിട്ട് തുടങ്ങും. ആസ്തയാണെങ്കിൽ ആ ഗ്രാൻഡ്മയെ സമാധാനിപ്പിക്കും. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അത് എത്രയും പെട്ടെന്ന് ഞാൻ തിരികെ പിടിച്ചു തരാമെന്ന് പറഞ്ഞ് ആ ഗ്രാൻഡ്മയുടെ പിന്നാലെ ഓടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.